പറയാ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇതേപോലെ ഇതായി കഴിഞ്ഞാൽ ഫിഷിന് എന്തെങ്കിലും ഒരു പ്രശ്നം, പാരാസൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിലുള്ള ഡിസീസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ വെറുതെ എയറേഷൻ ഇട്ട് കൊടുക്കും, കുറച്ച് കല്ലുപ്പ് ഇടും, പിന്നെ വല്ല മെത്തിലിംബ്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് എന്താ വെച്ചാൽ ഇട്ട് വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. അതിൽ കുറേ റീകവർ ചെയ്ത് കിട്ടും, അല്ലാത്തത് കുറേ ഡെഡായി പോകും. പക്ഷേ ഇപ്പോൾ ഇതുവരെ ആയിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കണം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ഫിഷുകൾ അന്ന് 9 ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കണ്ട ഫിഷൊക്കെ പാട് ഇതേ രീതിക്കാണ് അവൻ കൊണ്ടുവന്നത്. ആ സമയത്ത് എനിക്ക് എന്താ പറയുക, ഫിഷിനെ എന്താണ് സേവ് ചെയ്യേണ്ട ഒരു ഇതായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത് സാധനം കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല 99% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ 4 ഫിഷ് റീകവറി ആയിട്ട് വരും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ അവസ്ഥയിലാണ് ഫിഷ് കിടക്കുന്നത് കണ്ടോ. ആ ഒരു അവസ്ഥയിലാണ് ഫിഷ് കൊടുന്നപ്പോഴേ അങ്ങനെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മരുന്ന് ഒറ്റിച്ച് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ടാൽ അങ്ങോട്ട് മറിയും, ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇങ്ങോട്ട് തിരിയും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, എന്തൊക്കെയാണ് ഇത് കണ്ടെങ്കിൽ ഈ ഫിഷ് കിടക്കണുണ്ടോ. മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മറിഞ്ഞെടുക്കും, ഇപ്പുറത്തേക്ക് മറിച്ചിട്ടാൽ ഇപ്പുറത്തേക്ക് മറിഞ്ഞെടുക്കും. എന്താണ് അവസ്ഥ. അപ്പോൾ കുറച്ച് കുറച്ച് ടൈം പിടിക്കും അവർക്ക് ഇത് ആവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഇത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇതായി തരാം. ഓക്കെ, ഏകദേശം ഇപ്പോൾ ഇവിടെ എന്താ ഈ അരിക്കുള്ളത് കുറച്ച് വലിയ കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ടുണ്ട്. രണ്ടാമത്തെ അവിടെ കിടക്കുന്നുണ്ട്. ഇവർ വലിയ പ്രശ്നമില്ലാതെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മാത്രമാണ് ചെറിയൊരു പ്രശ്നം കൂടി ഉള്ളത്. അപ്പോൾ നമുക്കിത് ശരിക്കും ഒന്ന് CPR കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് വെച്ചുകൊണ്ട് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നോക്കട്ടെ. അപ്പോൾ ഓക്സിജൻ കിട്ടുമ്പോൾ ശരിക്കും ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഇത് ഒന്നും കൂടി റീകവർ ആയിട്ട് ഞാനിതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പോകുന്നുണ്ട്. കുറച്ചുകൂടി ടൈം ആവണം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതായിട്ട് ഇപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നേരത്തെ മാതിരിയൊന്നുമല്ല, കുറച്ച് ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഈ വലിയ ടാങ്ക് കറക്കും. ഈ ടാങ്ക് കറക്കും ഞാൻ. ഇതിൽ കോമൺ ആണ്, ഇതിലെല്ലാ ഫിഷും ഉണ്ട്. അപ്പോൾ ഈ ടാങ്ക് കറക്കും. അപ്പോൾ ആ ഒരു ഫിഷിനും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ് ഓൾറെഡി, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ആ ഒരു ഫിഷും കൂടി ഒന്ന് ഇതാവാണ്ട്. കൂടി ഓക്കെ ആയാൽ കുറച്ച് ടൈം കൊണ്ട് ഇവരെ ടാങ്ക് മാറ്റും. ടാങ്ക് ഇറങ്ങുമ്പോൾ ഇനിയിപ്പോൾ എന്തേക്കാരം എന്നുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള വീഡിയോസ്. ഓക്കെ, വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അവരെ ടാങ്ക് മാറ്റുകയാണ്. ഓക്കെ, ടാങ്ക് മാറ്റുകയാണ്. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ടാങ്ക് മാറ്റുകയാണ്. ഇതുപോലെ ഒറ്റയടിക്ക് ഇതാക്കരുത്. ഒന്ന് കുറച്ച് ടൈം അങ്ങനെ വെച്ചിട്ട് മുക്കി കൊടുത്താൽ മതി. ഓക്കെ, ഉണ്ടോ. ഓക്കെ, അതായി പോയി. പിന്നെ നമ്മൾ അടുത്ത ഒരു ഫിഷിനെ കൂടി പിടിക്കുകയാണ്. ഓക്കെ, ഈ ഫിഷിനെയാണ് നമ്മൾ ടാങ്ക് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഇറക്കി കൊടുക്കരുത്, കാരണം അതിൻ്റെ ടെമ്പറേച്ചറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റമുണ്ടാവും. കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ എടുത്ത് മുക്കി
ഇളക്കി ശരിക്കും നമ്മൾ കുറച്ച് സമയം പിടിച്ചു വെക്കണം. പക്ഷെ അത് നമ്മളെന്താ വെച്ചാൽ ഇതേ വാട്ടറിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുകയാണ്. ഫിഷ് മലർന്ന് കിടക്കണേ ഓക്കെ, നമ്മൾ കാണാൻ പറ്റും. ഓക്കെ, കാണുന്നുണ്ടോ? മറ്റേ ഫിഷ് താഴെ ഇറങ്ങിയിരുന്നു, എവിടെ പോയി എന്നറിയില്ല. നോക്കാം, നമുക്കിത് കഴിയട്ടെ. ഒറ്റയടിക്ക് വലിച്ച് ഇടാൻ പാടില്ല. ശരിക്കും ഇറക്കേണ്ടത് ഇവിടെ നമ്മൾ ടാങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് കേസിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഇത് ഇറക്കാൻ ശരിക്ക്. പക്ഷേ ടെമ്പറേച്ചർ ഈ 2 വാട്ടറും വലിയ ഇതില്ലാത്തതുകൊണ്ട്, പിന്നെ ഇത് നമ്മൾ മെഡിസിന് ഒക്കെ ഇതാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള വാട്ടർ ഇതിൻ്റെ വാട്ടർ തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ ചെറിയൊരു വ്യതിയാനം ഉണ്ടാവുള്ളൂ. വാട്ടറിൻ്റെ പാരാമീറ്ററും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. കാരണം ഈ ടാങ്കിലെ വാട്ടർ തന്നെയാണത്. ഇവരുണ്ടോ, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഉണ്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വീഡിയോയോട് കൂടി ചെയ്യുക എന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഓനെ ഏഞ്ചൽ കൊടുക്കണില്ല, കാരണം ഏഞ്ചൽ കൊടുത്തിട്ട് ശരിയാവണില്ല. അപ്പോൾ ഞാൻ ഓനെ ഇനി അടുത്ത പ്രാവശ്യം ഇതിൽ നിന്ന് ഞാൻ ഒരു പേര് ഈ ഈ സാധനം പിടിച്ചു കൊടുക്കുകയാണ്, ഈ ഫിഷിനെ കൊടുക്കുകയാണ്. അപ്പോൾ എന്നാൽ ഇനി ഓനെ അവിടെ കൊണ്ടുപോയിട്ട് നോക്കട്ടെ. നമ്മൾ ഫിഷ് അവിടെ മാറിയിട്ടുണ്ട്, ആ കിടക്കണ ഉണ്ടോ. അപ്പോൾ ഇനി ഒരാളെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണ്. ഒന്നിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇറക്കാൻ. കിടക്കട്ടെ, കുറച്ച് സമയം കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് എടുക്കുന്നത്. വീഡിയോ ലെങ്ത്ത് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഈ ഫിഷൊക്കെ നല്ല ഹെൽത്തി ആയി. ഇവനെയും കൂടി നമ്മളെടുത്ത് ലാസ്റ്റ് ഫിഷ്. അപ്പോൾ ഓന് നമ്മൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മളൊരു ഫിൽറ്റർ ഉണ്ട് കണ്ടോ, അടിയിലൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിൻ്റെ എയറേഷൻ ഇങ്ങനെ തട്ടുമ്പോൾ ഒന്നും കൂടി ഒരു ഇതായി മാറും, അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പോകാനുള്ളൊരു സെൻറ്റൻസി ആകുമ്പോൾ അവർ പുറത്ത് ചാടും കണ്ടോ. എയർ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെതായതുകൊണ്ട് ചെറുങ്ങനെ അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിലും ചാടൊന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇടണ്ട. എല്ലാവരും ഇട്ടു. നമ്മളെ എയറേഷൻ്റെ ഇത് എടുത്തുകൊണ്ട് നമ്മളെ ഇതിൽ വെക്കണം. ഈ വാട്ടർ ഇനി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ICU അല്ലെങ്കിൽ കെയറിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല. ഈ വാട്ടർ നമ്മൾ ഒഴിവാക്കണം. ടാങ്കിൽ ഫിഷിനെ ഒന്നിച്ചിടുന്നതുകൊണ്ട് അതിന് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വാട്ടർ മാറ്റണം. അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൻ്റെ ബാക്കിലിടാം. അപ്പോൾ നമ്മളെ ഫിഷ് ഇതാണ്ട് മറ്റേ ഫിഷ് കണ്ടോ, അതിൽ കിടക്കണുണ്ടോ, ലെവലായി വരും, കുറച്ച് ടൈം പിടിക്കും. അപ്പം ഇനി നമ്മളെ കോമൺ ടാങ്കിൽ കിടന്നുകൊണ്ടാണ് റെഡി ആവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ വിട്ടുതരാം. ഓക്കെ.